ഈ ചായ ഇങ്ങനെ കുടിക്കുമ്പേ നല്ലൊരു ആശയം തോന്നുന്നുണ്ട്. നമുക്കൊരു ചായക്കട തുടങ്ങിയാ വേണ്ടോ? വാ, അടിപൊളി. ഇതുവരെ ആർക്കും തോന്നാത്ത നല്ല ഫ്രഷ് ഐഡിയ. അല്ല, ഇപ്പം എന്താ ഇങ്ങനെ ഈ ചായക്കടനോടൊരു സംഭവം? ഈ ചായക്കടയിൽ നോക്കി ഒരാളൊരു മിനിമം ഒരു 50 റുപ്യെങ്കിലും സ്പെൻഡ് ചെയ്യും. ഒരു ദിവസം ഒരു 200 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മൊത്തം ലാഭം 10,000 റുപ്യാണ്. 10,000 റുപ്യ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം 3 ലക്ഷമായി. 3 മാസം കറക്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ അടുത്തായി. അതായത് ഒരു കാർ എടുക്കാനുള്ള പൈസ ആയി. പോരെ, ധാരാളമല്ലേ? ഇനി 10,000 റുപ്യ എന്ന് പറയുന്നത്, ഈ 10,000 റുപ്യ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആരാ പറഞ്ഞേ? ഈ 10,000 റുപ്യ ആക്ച്വലി ഇതിൻ്റെ റവന്യൂ ആണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സെയിൽ, കടയിൽ എത്ര കച്ചവടം നടക്കുന്നുണ്ടോ ആ ടോട്ടൽ സെയിലിനാണ് നമ്മൾ റവന്യൂ എന്ന് പറയാം. ഇതിന് തന്നെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട് ഇവർക്ക്. ഫോർ എക്സാമ്പിൾ ചായപ്പൊടി, പഞ്ചാര, അതുപോലെ ലേബർ കോസ്റ്റ്, ഈ കെട്ടിടത്തിൻ്റെ വാടക, ഇതൊക്കെ കൂട്ടണം ഈ റവന്യൂവിൽ. അപ്പോൾ ആക്ച്വലി ഇവർക്ക് ചിലപ്പോൾ ഒരു 8,000 രൂപ, ഈ 10,000 നിന്ന് ഒരു 8,000 രൂപയും എക്സ്പെൻസാണ്. ഇതിൽ 2,000 രൂപ മാത്രമേ പ്രോഫിറ്റായിട്ട് വരുന്നുള്ളൂ. ആ 2,000 റുപ്യ മാത്രമേ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ പ്രോഫിറ്റും ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് ബേസിക്കലി. അപ്പോൾ തുടങ്ങണ്ടെന്നാണ് പറയേണ്ടത്? ഇല്ലല്ല, തുടങ്ങണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മൾ ഈ പ്രോഫിറ്റ് മാക്സിമം നമ്മളെങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. റവന്യൂ കൂടും സ്വാഭാവികമായിട്ടും, പക്ഷേ പ്രോഫിറ്റ് മാക്സിമം എങ്ങനെ കൂട്ടി ബിസിനസ് ലാഭകരമാക്കാം എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ വീട്ടിൽ കൊണ്ടുപോകുന്ന പൈസ, അതായത് പ്രോഫിറ്റ്, നമുക്ക് കൂട്ടാൻ പറ്റും. അതിനൊരു ടിപ്സ് ഉണ്ടോ ചായക്കട ലാഭത്തിലാക്കാം? ടിപ്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.